Hello friends, Technique മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വാട്സാപ്പിലൂടെ നമുക്ക് എങ്ങനെ പണം അയക്കാം, വേറൊരാൾക്ക് എങ്ങനെ പണം അയക്കാം എന്നുള്ള ഒരു പ്രോസസ്സിനെ കുറിച്ചാണ്. അപ്പോൾ വാട്സാപ്പിൽ ആക്ച്വലി പേയ്മെൻറ്റ്സ് 2 വർഷം മുമ്പാണ് അനൗൺസ് ചെയ്തത്. ഇൻഫാക്ട് 2018 വാട്സാപ്പ് പേയ്മെൻറ്റ്സ് അന്ന് ലോഞ്ച് ചെയ്തത്. പക്ഷേ അപ്പോൾ അന്ന് ആക്ച്വലി ഒരു ഫുൾ ലോഞ്ച് ആയിരുന്നില്ല. ആക്ച്വലി കംപ്ലീറ്റ് ആയ ഒരു ഫൈനൽ വേർഷൻ ആയിരുന്നില്ല. പക്ഷേ ഇന്ന് വാട്സാപ്പ് ഫൈനലി ഒഫീഷ്യലി റോൾ ഔട്ട് ചെയ്തിരിക്കുകയാണ്. പേയ്മെൻറ്റ്സ് ചെയ്യാം നമുക്ക്. വാട്സാപ്പിലുള്ള വേറൊരാൾക്ക് നമുക്ക് വാട്സാപ്പ് വഴി തന്നെ പേയ്മെൻറ്റ്സ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെ ചെയ്യാം? ചെയ്യണത് ഇൻ്റർഫേസ് ഭീം UPI ആണ്. UPI പേയ്മെൻറ്റ്സ് ആണ്. നമ്മൾ ഗൂഗിൾ പേ ഒക്കെ പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആക്ച്വലി iOS-ലാണ് ഇത് കാണിക്കുന്നത്. പ്രോസസ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. ആൻഡ്രോയിഡിൽ വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വാട്സാപ്പ് തുറക്കാം. വാട്സാപ്പ് തുറന്നിട്ട് നമുക്ക് വാട്സാപ്പിൻ്റെ സെറ്റിങ്സിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഇത് ആൻഡ്രോയിഡിലും ഉണ്ട്. ആൻഡ് ലേറ്റസ്റ്റ് വേർഷൻ ഈ പേയ്മെൻറ്റ്സ് കാണുന്നില്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പുതിയ വേർഷൻ വന്നിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ എല്ലാവർക്കും ഈ പേയ്മെൻറ്റ്സ് ഓപ്ഷൻ വരും. ആൻഡ്രോയിഡിലാണെങ്കിൽ iOS-ലാണെങ്കിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ ബാങ്ക് അക്കൗണ്ട് ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതെല്ലാം കാണിക്കുന്നത്. അല്ലെങ്കിൽ ആഡ് എ ന്യൂ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് കാണാം. അപ്പോൾ ആഡ് എ ന്യൂ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് കാണിക്കുമ്പോൾ നമുക്ക് സപ്പോർട്ടഡ് ബാങ്ക്സിൻ്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെ കാണാം. ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ബാങ്കുകളും ഇതിനകത്ത് സപ്പോർട്ടഡ് ആണ്. കണ്ടില്ലേ? UPI പേയ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരുവിധ എല്ലാ ബാങ്കുകളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, എല്ലാ ബാങ്കുകളും ഇതിനകത്ത് കാണാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളുടെ ബാങ്ക് ഏതാ അത് ക്ലിക്ക് ചെയ്യുക. ഞാനിപ്പോൾ യെസ് ബാങ്ക് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങൾ: നിങ്ങളുടെ ബാങ്കിൽ UPI എനേബിൾഡ് സിം കാർഡ് തന്നെ ആയിരിക്കണം വാട്സാപ്പിന് യൂസ് ചെയ്യുന്നത്. അല്ലാത്ത വശം നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണാം, ഞാൻ യെസ് ബാങ്ക് കൊടുത്തപ്പോൾ എൻ്റെ നമ്പറിൽ ഉള്ള യെസ് ബാങ്കിലെ അക്കൗണ്ട് എല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സിം കാർഡിൽ UPI എനേബിൾഡ് ആയ എല്ലാ ബാങ്ക് അക്കൗണ്ടും അത് ഫെച്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഏത് ബാങ്കാണെങ്കിൽ നമ്മൾ ബാങ്ക് സെലക്ട് ചെയ്യുക, അപ്പോൾ തന്നെ അത് SMS അയച്ച് ആ ബാങ്കിൽ നമ്മുടെ ഫോൺ നമ്പറിൽ ഉള്ള എല്ലാ ബാങ്കിൻ്റെ ഡീറ്റെയിൽസും അത് ഫെച്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ എൻ്റെ അക്കൗണ്ട് ഇതാണ്. അപ്പോൾ ഞാനിത് സെലക്ട് ചെയ്യാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള പ്രോസസ്സ് ഞാൻ വീണ്ടും പറയുക. ആഡ് ന്യൂ ബാങ്ക് അക്കൗണ്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സിം കാർഡ് യൂസ് ചെയ്യുന്ന ഫോണിൽ അതേ നമ്പർ വെച്ചായിരിക്കണം നിങ്ങളുടെ ബാങ്കിലും നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ വർക്ക് ചെയ്യത്തില്ല. 2 സെയിം ആയിരിക്കണം. വാട്സാപ്പ് അക്കൗണ്ടും സെയിം ആയിരിക്കണം. അപ്പോൾ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ആഡഡ് ക്ലിക്ക് ഡൺ എന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ എൻ്റെ 2 ബാങ്ക് അക്കൗണ്ടും എനിക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് എൻ്റെ 2 ബാങ്ക് അക്കൗണ്ട്. ഇനി നമ്മൾ ബാങ്ക് അക്കൗണ്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പേയ്മെൻറ്റ് നടത്തണം. അപ്പോൾ പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അയക്കേണ്ട കോൺടാക്റ്റ് എടുത്ത് പോയിട്ട് ആഡ് കൊടുക്കുക, പേയ്മെൻറ്റ് എന്ന് കൊടുക്കുക. അപ്പോൾ പേയ്മെൻറ്റ് ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏത് എത്ര എമൗണ്ടാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാനൊരു 100 രൂപ എന്ന് അടിക്കുകയാണ്. എന്നിട്ട് വേണമെങ്കിൽ ഒരു നോട്ടും ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും പേർപ്പസിന് ആഡ് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ഒരു നോട്ടും കൊടുക്കാം. ക്ലിക്ക് ഇനി നമുക്കിവിടെ നമ്മുടെ UPI പിൻ, അതായത് ഈ ബാങ്കിൽ നമ്മുടെ UPI പിന്നാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ UPI പിൻ എൻ്റർ ചെയ്യാണ്. അപ്പോൾ പിൻ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ എമൗണ്ട് പ്രോസസ്സിങ് ചെയ്യാൻ തുടങ്ങും. ഇൻസ്റ്റൻ്റ് ആയിരിക്കില്ല, ഒരു 10 സെക്കൻഡ് ഡിലേ വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ പേയ്മെൻറ്റ് അയച്ചു കഴിഞ്ഞിരിക്കുകയാണ്. 100 റുപ്പീസ് ആ പേയ്മെൻറ്റ് കംപ്ലീറ്റഡ് എന്ന് കാണാം. എല്ലാ ട്രാൻസാക്ഷൻ ID എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു വാട്സാപ്പ് വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താനുള്ള ഒരു ഓപ്ഷൻ. ഇനി നമുക്ക് വാട്സാപ്പ് തന്നെ ഇൻ്റഗ്രേറ്റഡ് പേയ്മെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റ് എത്രയാണെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല. മേ ബി പ്രോബ്ലി 10,000 ആയിരിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽസ് കിട്ടുകയാണെങ്കിൽ പിന്നീട് പറയാം. പക്ഷേ നിങ്ങൾക്ക് വാട്സാപ്പ് വഴി പേയ്മെൻറ്റ് നടത്താം. ഇനി വാട്സാപ്പിലെ കോൺടാക്റ്റ് നിങ്ങൾക്ക് പേയ്മെൻറ്റിൽ സപ്പോർട്ടഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് UPI വഴി റെഗുലറായി വാട്സാപ്പിൽ നിന്ന് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ ഓപ്ഷനും ഇതിനകത്ത് സപ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇതായിരുന്നു വാട്സാപ്പ് വഴി പേയ്മെൻറ്റ്സ് നടത്താനുള്ള അല്ലെങ്കിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.